CPM അക്രമത്തിൽ 2 കാലുകൾ നഷ്ടപ്പെട്ട C. സദാനന്ദൻ എന്ന RSSകാരനെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് അക്രമ രാഷ്ട്രീയത്തിനെതിരായ വലിയ സന്ദേശമായാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഞാനിത് വളരെ ആക്സിഡൻ്റലി ആണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന് ഇത് കണ്ടത്, ഈ പോസ്റ്റ് കണ്ടത്. രാജ്യസഭയിലേക്ക് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും മറികടന്നാണ് ഈ നിയമനം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി നോമിനേറ്റ് ചെയ്യേണ്ട ഒരു പദവിയിലേക്ക് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെ തന്നെ എടുത്തു നോക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും മേഖലകളിൽ പ്രാവീണ്യമോ വൈദഗ്ധ്യമോ ഉള്ളവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ സുരേഷ് ഗോപിയൊക്കെ എടുത്തു വെച്ചതിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും സുരേഷ് ഗോപിയൊക്കെ ഒരു ഭരത് അവാർഡ് ഇപ്പോൾ കളിയാട്ടം സിനിമയിലൊക്കെ മേടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുപോലും കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് എന്താണ് അത്തരത്തിലുള്ള ഒരു നേട്ടങ്ങളൊന്നും പറയാനില്ല. നരേന്ദ്രമോദിയുടെ കാലത്ത് അതൊക്കെ പാലിക്കുമെന്ന പ്രതീക്ഷ തന്നെ അസ്ഥാനത്താണ്. ഇനി C. സദാനന്ദൻ സമാധാനത്തിൻ്റെ ശുഭ്രവസ്ത്രം അണിഞ്ഞ മാലാഖയാണോ? അല്ല. എന്ന് മാത്രമല്ല, RSSും CPMും പരസ്പരം നടത്തിയ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും പരമ്പരയിൽ ഒരു പക്ഷത്തെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു അയാൾ.